ഏറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് LDFിലും UDF എന്നീ രണ്ട് മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന്. അതങ്ങനെ ചർച്ച ചെയ്യാൻ കാര്യമെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2021 കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് പോയി. ഇടയ്ക്ക് നമ്മളെല്ലാം പറയുന്നുണ്ടായിരുന്നു ജോസ് കെ മാണി അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് അല്പം പ്രബലമായിരുന്നു, ഏത് സമയം ഇറങ്ങാമെന്നുള്ള ഒരവസ്ഥയിൽ വരെ എത്തിച്ചേർന്നതാണ്. പിന്നീട് ഏത് മുന്നണിയിലേക്കാണോ വരുന്നത് ആ മുന്നണിയിൽ എന്തോ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചപ്പോൾ മുമ്പോട്ട് വെച്ച കാലങ്ങ് പുറകോട്ട് വലിച്ചു എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ടും അത് മനസ്സ് മാറി എന്നല്ല അർത്ഥം, ഇനിയും വരാം. അങ്ങനെ ജോസ് കെ മാണിയെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് UDFിനെ ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. കോൺഗ്രസിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് UDFിനോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നില പരിങ്ങലിലായിരിക്കും. UDF ഇല്ലാതാകും, UDF ശിഥിലമാകും, ഉറപ്പാണത്. പിന്നെ ആരാ ഉള്ളത് അതിനകത്ത്? കേരള കോൺഗ്രസ് ജോസഫ്, ഇപ്പൊ രണ്ടേ ഉള്ളൂ. പിന്നൊക്കെ ഉള്ളത് ആരാ? ഒറ്റയാൾ പട്ടാളങ്ങളാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഒരാള്, CMPക്ക് സീറ്റില്ല, ഫോർവേഡ് ബ്ലോക്ക്, RSPക്കും നിയമസഭയിൽ ഇപ്പോൾ പ്രാതിനിധ്യമില്ല, ഒരു MP ഉണ്ട്, NK പ്രേമചന്ദ്രൻ. പിന്നെ ആരാണുള്ളത്? CPM ഇപ്പോൾ അണിയറയിൽ അതിശക്തമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, മുസ്ലിം ലീഗിനെ അവിടെ നിന്ന് അടർത്തി മാറ്റുക. അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കാൻ പറ്റും. അത് ശരിയാണ്. കോൺഗ്രസ് ആരുടെ ബലത്തിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ ബലത്തിൽ. മലബാറിലൊക്കെ നമ്മൾ നോക്കൂ, അവിടെ നിന്ന് നിയമസഭയിൽ എത്തിയിട്ടുള്ള കോൺഗ്രസ് MLAമാരൊക്കെ ആരുടെ പിൻബലത്തിലാണ് വന്നിട്ടുള്ളത്? ലീഗിന്റെ പിൻബലത്തിലാണ്. ഇപ്പോൾ പലരും ലീഗിന്റെ സീറ്റ് സുരക്ഷിത മണ്ഡലമായി കണ്ടുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ ശ്രമിക്കുകയല്ലേ. K മുരളീധരനാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള മണ്ഡലത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ കോൺഗ്രസ്സുകാരന്മാർ പാലം വലിക്കും, ഉറപ്പാ. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ കോൺഗ്രസിന്റെ സീറ്റിലല്ല ഉള്ള സേഫായിട്ടുള്ള മണ്ഡലത്തിൽ പോലും നിൽക്കാൻ തയ്യാറാകുന്നില്ല. ലീഗിന്റെ മണ്ഡലങ്ങളിലേക്കാണ് നോട്ടം. അത് വെച്ചു മാറുമെങ്കിൽ അവിടെ നിൽക്കുക. UDFിലെ ഘടകകക്ഷിയായ ലീഗ് ഒരിക്കലും അത്തരത്തിലുള്ള പാരവയ്പോ പാലം പണിയോ നടത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ CPM വളരെ തന്ത്രപൂർവമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് അടുത്തുകൊണ്ടുവരികയാണ്. ഈ സപ്തകക്ഷി മുന്നണിയൊക്കെ ഉണ്ടാക്കിയ കാലത്ത് അതിലുള്ള ഒരു ഘടകകക്ഷി ആയിരുന്നു മുസ്ലിം ലീഗ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇനിയും ലീഗിനെ അടർത്തി മാറ്റി കൊണ്ടുവന്ന് LDFിൽ പ്രതിഷ്ഠിക്കാം. ലീഗിനെ മുമ്പ് LDFിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത്, LDFിന്റെ കൺവീനർ, നിങ്ങൾ മത തീവ്രവാദമായിട്ടുള്ള സംഘടനകളുമായിട്ട് ബന്ധം വിച്ഛേദിക്കുക, എന്നിട്ട് നിങ്ങൾ വരിക ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുകയാണ് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് വരുമെന്നൊക്കെ ഉള്ളത്. ലീഗ് വരുമ്പോൾ അവരോടൊപ്പം ഈ പറയുന്നവരും വരും. കാരണം ഈ SDPIയെയും പോപ്പുലർ ഫണ്ടുകാരെയും ഒക്കെ CPMഉം LDFും പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ളതാണ്. LDFും UDFും പാല് കൊടുത്ത് വളർത്തിയവർ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നൊക്കെ പറയുന്നത്.
അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവരും എന്നുള്ള ഉറപ്പാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, രഹസ്യമായിട്ട് കൊണ്ടുവരും, ഒക്കെ തിരുത്തിക്കൊണ്ട്. അപ്പോൾ മുസ്ലിം വോട്ടിനെ മുഴുവൻ സമാഹരിച്ച് നിർത്താനായിട്ട് അങ്ങനെ ലീഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് LDF അധികാരത്തിൽ വരും, മൂന്നാം വട്ടവും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് ഏത് തരത്തിൽ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ ലീഗിനാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഈ പുതിയ നേതൃത്വത്തിൽ വലിയ താല്പര്യമില്ല. അതായത് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായിരിക്കുന്നു. ആ നേതൃത്വത്തിനോട് താല്പര്യമില്ല. ക്രൈസ്തവ വിഭാഗത്തെ UDF കോൺഗ്രസിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിച്ചത്. പക്ഷെ ആ നേതൃത്വത്തിൽ താല്പര്യമില്ല എന്നുള്ളത് ഹൈക്കമാൻഡിനെ തന്നെ ലീഗ് അറിയിച്ചിട്ടുമുണ്ട്. ലീഗിന്റെ വാക്കുകളൊക്കെ മുഖവിലേക്ക് എടുക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ്. കാരണം കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള അതൃപ്തിയിൽ നിൽക്കുകയാണ് പലരും. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അധികാരം കിട്ടിയാൽ പോലും അധികാര കസേരയ്ക്ക് വേണ്ടി വൻ വടംവലി ഇവിടെ ഉണ്ടാകും. ഇത് മുന്നണി തന്നെ ശിഥിലമാകാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി ഭരണമില്ലാതെ നിൽക്കുകയാണ്. ഇനി ഒരു കാലത്തേക്ക് കൂടി ഭരണമില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ലീഗ് കണക്ക് കൂട്ടുന്നത്. അത് ശരിയാണ്. ഒരു തവണ ഭരണത്തിൽ നിന്ന് അടർത്തി മാറ്റി നിർത്തി, അത് സമ്മതിക്കാം. അങ്ങനെയാണല്ലോ മുൻകാലങ്ങളിലും LDF, UDF, UDF, LDF ഇത്തരത്തിലാണ് കേരളത്തിൽ പൊക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ 2ാം വട്ടം അധികാരത്തിൽ വന്നു. ഇനി 3ാം വട്ടത്തിലേക്ക് കടക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും സംഘത്തിന്റെയും മുസ്ലിം ലീഗിന്റെ സ്ഥിതി എന്താകും? വലിയ ചോദ്യമാണ്. ഇപ്പോൾ CPM-ഉമായിട്ട് പോലും രഹസ്യ ചർച്ച നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. ജോസ് കെ മാണി വിഭാഗവുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ചർച്ച നടത്തി. എന്തിനു വേണ്ടി? ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി UDF-ലേക്ക്. കാരണം UDF മുന്നണി വിപുലീകരിക്കുക എന്നുള്ള ജോലിയൊക്കെ അങ്ങ് ലീഗ് ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസിലെ കലഹം തീർക്കാൻ വേണ്ടിയും ലീഗ് മുമ്പോട്ടിറങ്ങുന്നുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. ഇപ്പോൾ മുന്നണി വിടണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അത് പൊതു മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒന്നിച്ചു പോകാനുള്ള സാധ്യത കാണുന്നത്. ആ സാധ്യതയില് ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF-ലാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ മേൽ വിലപേശാനുള്ള വലിയ തൻ്റെട ഇവർക്കുണ്ട്. അത് നടക്കുകയും ചെയ്യും. മുസ്ലിം ലീഗ് LDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും കിട്ടത്തില്ല. കോൺഗ്രസിലാണെങ്കിൽ കിട്ടും, ഉപമുഖ്യമന്ത്രി സ്ഥാനവും കിട്ടും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011, 2016 കാലത്ത് 5ാം മന്ത്രിയും കൊടുത്തു. ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ 6ാം മന്ത്രിയും കൊടുക്കും. പക്ഷേ LDF-ൽ ആ വിലപേശൽ നടക്കില്ല. അധികാരം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കണ്ടേ? അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചേക്കേറാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും അതീവമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ CPM ഉന്നത നേതാക്കന്മാരും ലീഗിലെ ഉന്നതന്മാരുമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ലീഗിന് ചാഞ്ചാട്ടം ഉണ്ടാകും. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ പലതും സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.